21 ശ്ലോകമാണ് പറഞ്ഞത്. ബാഹ്യസ്പർശേ അസക്താത്മാ വിന്ദത്യാത്മനി യൽ സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയ്യമശ്നുതി എന്നാണ് പറഞ്ഞു വെച്ചത്. ഗീതാ പുസ്തകത്തിൽ കുറച്ച് സംസ്കൃതം പരിചയമുണ്ടെങ്കിൽ വലിയ വ്യാഖ്യാനം വേണ്ട, മനസ്സിലാവും. ഒന്നുകൂടി ആ അർത്ഥം ഒന്നുകൂടി പറയാം. ബാഹ്യസ്പർശേഷു അസക്താത്മാ, നമ്മളിൽ നിന്ന് വിട്ടതാണല്ലോ ബാഹ്യം. അതിന്ന് അവനോട് സ്പർശം എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടുള്ള തൊടൽ. സ്പർശേഷു അസക്ത, അതിൽ ഒട്ടലില്ലാത്ത ആത്മാവ് കൊണ്ട് വെച്ചാൽ മനുഷ്യൻ എങ്ങനെയാന്നു? വിന്ദതി, അറിയുന്നു, ആത്മനി, ആത്മാവിൽ, യൽ സുഖം, യാതൊരു സുഖത്തെ അറിയണു. അതായത് അയാളുടെ സുഖം മറ്റൊന്നിനെ ആശ്രയിച്ചിട്ടല്ല. അതാണല്ലോ പറയുന്നത്. മറ്റ് ബാഹ്യങ്ങളാണല്ലോ. അതല്ല, അതെ. എന്താ ബാഹ്യം എന്നുള്ളതിന് ഒരു അർത്ഥം പറയുന്നത് അറിഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാവർക്കും എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും കിട്ടാത്ത ഏതൊന്നാണോ അതിനെയൊക്കെ ബാഹ്യം എന്ന് പറയും. മനസ്സിലായോ? എല്ലാവർക്കും കിട്ടണം, എല്ലായ്പ്പോഴും കിട്ടണം, എല്ലായിടത്തും കിട്ടണം എന്ന് പറഞ്ഞാൽ അത് ബാഹ്യമല്ല. ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ അതൊക്കെ ബാഹ്യമായി. കാരണം ആ സമയത്തല്ലേ കിട്ടൂ. അതാണ്. അപ്പോൾ അതായത് അതൊക്കെ സാപേക്ഷമാണെന്നായി പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. മറ്റേത് നിരപേക്ഷമാണ്. നിരപേക്ഷത്തിന് എപ്പോഴും കിട്ടുമല്ലോ. അല്ല, നിരപേക്ഷൻ്റെ പ്രശ്നമില്ലല്ലോ. ബാഹ്യ അതിൽ അസക്ത ആത്മാ, സക്തി ഇല്ല ആത്മാ. അതിൽ വിന്ദതി, അറിയുന്നു, ആത്മനി വെച്ചാൽ ഈ അവനവനിൽ തന്നെ, ഇയാൾ സുഖം, യാതൊരു സുഖത്തെ അറിയുന്നു. അതിൽ സ ബ്രഹ്മയോഗയുക്താത്മാ, ആ മനുഷ്യൻ എന്ന് പറഞ്ഞ ആളാണല്ലോ ഇപ്പോൾ ചെയ്യണത്. അയാൾ ബ്രഹ്മമായിട്ട് യോഗം കൂടിച്ചേർന്നിരിക്കുന്നു. അയാൾക്ക് അതിൽ സുഖം അക്ഷയ്യം അശ്നുത, നശിക്കാത്ത സുഖം. ആനന്ദം എന്നർത്ഥമാണ്. നമ്മുടെ സുഖങ്ങളൊക്കെ ദ്വന്ദ്വാണല്ലോ. സുഖം കഴിഞ്ഞാൽ ദുഃഖം. അങ്ങനെ ദുഃഖം സുഖം, മാനം അവമാനം, ശീതം ഉഷ്ണം, ദ്വന്ദ്വാണ്. ഈ മനുഷ്യന് അതില്ല. കാരണം ദ്വന്ദ്വാതീതനായിരിക്കുന്നു, നിർദ്വന്ദ്വനായിരിക്കുന്നു. അല്ലാണല്ലോ സന്യാസി എന്നൊക്കെ മുമ്പ് ഇവിടെ പറഞ്ഞത്. ഇനി ഭഗവാൻ ഇവിടെ അടുത്ത ശ്ലോകത്തിൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കുണ്ട്, ഭോഗം. ഭോഗം അനുഭവിക്കുക എന്നുള്ളൂ. അതെന്താന്ന് പറയാം. ഏഹി സംസ്പർശജ ഭോഗ ദുഃഖയോനയ ഏവതേ ആദ്യന്തവന്ത കൗന്ദേയ തേഷു രപതേ ബുധ എന്നാണ് ശ്ലോകം. ഞാൻ അതിൻ്റെ ഭാഗത്തൊന്ന് പറയാം. യോഗം എന്നതിന് ശാസ്ത്രീയമായ വ്യാഖ്യാനം ആണ് ഇവിടെ തരുന്നത്. വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും തമ്മിൽ മനസ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് സമ്യക്കാവും വണ്ണം വേണ്ട വിധം സ്പർശിക്കുമ്പോൾ, കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന അനുഭവമാണ് ഭോഗം. അതായത് മനസ്സിൻ്റെ സഹകരണം ഇല്ലെങ്കിൽ കണ്ടു കേട്ടു എന്നല്ലാണ്ട് എന്ത് കണ്ടു എന്ത് കേട്ടു എന്നൊന്നും അറിയില്ല. മനസ്സുണ്ടാവണം. അപ്പോൾ ഞാൻ എൻ്റെ സ്നേഹിതനെ കണ്ടു, ഇന്നയാൾ വർത്തമാനം പറഞ്ഞത് കേട്ടു, ഇന്നയാളുടെ നല്ല ശബ്ദമാണ് കേട്ടത്, ഒക്കെ മനസ്സ് വേണം. അപ്പം മനസ്സിൻ്റെ സഹായത്തോടു കൂടി ഇന്ദ്രിയങ്ങളിൽ ഉണ്ടാവുന്ന ആ പ്രഭാവം ഉണ്ടല്ലോ, അതിനെയാണ് ഭോഗം എന്ന് പറയുന്നത്. എല്ലാ ഭോഗങ്ങളും ദുഃഖത്തെ തരുക മാത്രമല്ല, ദുഃഖത്തിൻ്റെ ഉറവിടവുമാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതെന്താ അങ്ങനെ പറയണത്? കാരണമുണ്ട്. കാരണം ഈ ദുഃഖയോനിത്വം അല്ലെങ്കിൽ അനിത്യത്വം വരാൻ കാരണം എന്താണെന്നുള്ളതിന് വ്യക്തതാക്കണം. സംസ്പർശജാഭോഗം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. സ്പർശിക്കുമ്പോൾ, സ്പർശം ഇല്ലെങ്കിൽ ഇല്ല. അതായത് മനസ്സിൻ്റെ സഹകരണം ഇല്ലെങ്കിൽ ആ ഭോഗമില്ല. രാത്രി നമ്മളറിയാണ്ട് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുക, ബോധമില്ലാണ്ട്. എണീറ്റ് കഴിഞ്ഞാൽ ബോധം കഴിച്ചു എന്നറിയില്ല. ഭക്ഷണകത്തേക്ക് പോയിട്ടുണ്ട്, പക്ഷെ മനസ്സ് അറിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് കഴിച്ചു പോയതാണ്. അപ്പോൾ ആ കഴിച്ച ഭക്ഷണത്തിൻ്റെ സ്വാദൊന്നും ശരിക്കും അറിഞ്ഞിട്ടില്ല, നാവ് അവിടെ ഇല്ല. അപ്പോൾ എന്താ അവിടെ വ്യത്യാസം വെച്ചാൽ, ഈ ഭോഗത്തിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അതിനൊരു തുടക്കമുണ്ട്, ഒരവസാനമുണ്ട് എല്ലാ ഭോഗത്തിനും. അതായത് ആദ്യന്തവന്ത ആണല്ലോ. അപ്പോൾ ഭോഗത്തിനുള്ള ദുഃഖം എന്താണ്? ഉണ്ടായി അത് നിലനിന്നാൽ നമുക്ക് വിഷമില്ല. ഉണ്ടായി നശിക്കുമ്പോൾ ദുഃഖം, ഉണ്ടാവുമ്പോൾ സന്തോഷം തോന്നും. പതിനൊരു കാലം നശിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആണെങ്കിൽ ഭോഗങ്ങളെല്ലാം ഇങ്ങനെയാണ്, ഉണ്ടായി നശിക്കുന്നതാണ്, നിലനിൽക്കുന്നതില്ല. അതുകൊണ്ടാണ് ഈ സ്പർശം കൊണ്ടുണ്ടാവുന്ന ഭോഗങ്ങളൊക്കെ ദുഃഖം മാത്രമല്ല, ദുഃഖത്തിൻ്റെ യോനിയാണ്, വെച്ചാൽ ഉറവിടാണ് എന്ന് പറയാൻ കാരണം.
അർത്ഥാൽ അവൻ നിത്യങ്ങളല്ല. നമ്മൾ നിത്യത്തിനെയല്ലേ നമുക്ക് മോഹമുള്ളൂ, നശിക്കാത്തതുകൊണ്ട് നിത്യമില്ല. അതിനാൽ ബുദ്ധിയുള്ളവർ അത്തരം ഭോഗങ്ങളിൽ രമിക്കാറില്ല. ശ്രദ്ധിച്ചു വായിക്കൂ, ഗീത വെച്ചാൽ സുഖിക്കാറില്ല എന്നല്ല, രമിക്കലും സുഖിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. രമിക്കാൻ വേറൊന്നിൻ്റെ ആവശ്യമില്ല, അതാണ് രമിക്കുക. വെറുതെ ഇരുന്നിട്ട് ആനന്ദിക്കുക. അങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചിട്ട് എന്തെങ്കിലും പഴയ കാര്യം ഓർമ്മോട്ടെ ഇങ്ങനെ ചിരിക്കാറില്ലേ നമ്മൾ സന്തോഷം കൊണ്ട്, അതിന് ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അത് എപ്പോഴും കിട്ടും, സ്മൃതിയാണ്. ഇതങ്ങനെയല്ല. ഭോഗം വേണമെങ്കിൽ ഒരു സാധനം ഉണ്ടാവണം, ഇന്ദ്രിയങ്ങളുണ്ടാവണം, മനസ്സിൻ്റെ സഹകരണം ഉണ്ടാവണം, എന്നാലേ കിട്ടുള്ളൂ. ആ മനസ്സിൻ്റെ സഹകരണം പോയി, ഇന്ദ്രിയത്തിൻ്റെ സഹകരണം പോയി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ്? ദുഃഖം മാത്രമല്ല, ദുഃഖത്തിൻ്റെ യോനിച്ച ഉറവിടാണ്. അതുകൊണ്ട് ഈ ഇവിടെ ജീവൻ മുക്തനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. ആ ജീവൻ മുക്തൻ ഇത്തരം ഭോഗങ്ങളിൽ എന്ത് ചെയ്യാറില്ല? സുഖിക്കാറില്ല. അയാൾ സുഖിക്കുകയാണ്. ഈ സാധാരണക്കാരൻ സുഖിക്കുക. പിന്നെ ജീവൻ മുക്തൻ രമിക്കില്ല. ജീവൻ മുക്തൻ രമിക്കാറില്ല. ബുദ്ധിയില്ലാത്തവരാണ് നൈമിഷികവും അല്പവുമായ സുഖ ആഭാസത്തിൽ ഭ്രമിക്കുന്നത് എന്ന് പറയുന്നു ഭഗവാൻ. ഇവിടെ അടുത്ത ശ്ലോകം. ശക്നോതീഹ യസ്സോഢും പ്രാക്ശരീര വിമോക്ഷണാൽ കാമക്രോധോത്ഭവം വേഗം സ യുക്ത സ സുഖി നര. ഞാൻ ആദ്യം ഒന്ന് വായിക്കാം എന്നുള്ളത്. കാമം, ക്രോധം ഇവയാൽ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ചഞ്ചലതയെ ശരീരം വിടുന്നതിന് മുമ്പ് തന്നെ ശരീരത്തിൽ വെച്ചു തന്നെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്നവനാണ് യുക്തൻ. ഓരോന്നിനും ഡെഫിനിഷൻ തരിക. അതായത് ഈ ശരീരത്തിലിരുന്നിട്ട് തന്നെ കാമം ഉണ്ടാവും, ക്രോധം ഉണ്ടാവും. പക്ഷേ അതൊന്നും മനസ്സിലേക്ക് അങ്ങോട്ട് മനസ്സിൻ്റെയാണൊക്കെ അതിനെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ടാവും. അതിന് സാധിക്കും. ഈ മനസ്സിനെ ഇപ്പോൾ പിടിച്ചു നിർത്താൻ സാധിക്കും എന്നുള്ളത് അതിനാണല്ലോ സമാധിയൊക്കെ വരുന്നത്. അപ്പോൾ മനസ്സിൻ്റെ പ്രശ്നം തന്നെ ഇല്ല. അങ്ങനെ സാധിക്കുന്ന ആ ആളെയാണ് യുക്തൻ. ഗീതയിൽ പല പ്രാവശ്യം യുക്തൻ വരും. യുക്തൻ എന്ന് പറഞ്ഞാൽ അതിനെ കീഴൊതുക്കിയവൻ, മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും പ്രഭാവത്തെ, കാമവും ക്രോധവും ഇതിനെ ഒതുക്കിയ ആളെയാണ് യുക്തൻ എന്ന് പറയുക. അയാൾ സുഖിയാണ്. ഇവിടെ സോഢും എന്നൊരു വാക്കുണ്ട് ഇതിലേ. ആ സോഢും എന്നുള്ള എന്നാൽ സഹിക്കുവാൻ സാധിക്കുന്നവൻ എന്നർത്ഥമാണ്. ആദ്യം ഈ സുഖദുഃഖങ്ങളെ രണ്ട് തരത്തിലുണ്ട് സഹിക്കൽ. ഒന്ന്, അവയെ പുറത്തേക്ക് പ്രകടിപ്പിക്കാതിരിക്കാൻ സാധിക്കുക. അത് എന്തെങ്കിലും വന്നാൽ ഉള്ളിൽ സങ്കടവും വല്ലാണ്ട് നിലവിളിക്കാതിരിക്കുക, അല്ലെങ്കിൽ സന്തോഷവും വല്ലാണ്ട് ചാരിതുള്ളാണ്ടിരിക്കുക. അതാണ് ആദ്യം. രണ്ടാമത്തത് അവയുടെ പ്രഭാവം തന്നെ ഇല്ലാണ്ടേക്ക് സാധിക്കും. ആ സുഖദുഃഖങ്ങളെ ദഹിപ്പിക്കുക. ഒന്ന് സഹിക്കുക, മറ്റത് ദഹിപ്പിക്കുക. ഈ മഹാത്മാവായാൽ അയാൾ ദഹിപ്പിക്കും. അയാളുടെ അടുത്തേക്ക് സുഖവും വരില്ല, ദുഃഖവും വരില്ല. കാരണം അയാൾ പൂർണ്ണനാണല്ലോ. ഈ ഇവിടെ ദഹിപ്പിക്കാൻ സാധിക്കും. അവസാനം അവയെ നശിപ്പിച്ച് നഷ്ടമാക്കുവാനും സാധിക്കുന്നു. ഈ ശ്ലോകത്തിൽ ഇവിടെ ഒരു 6 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ദേഹമുണ്ടായിട്ടും കാമക്രോധത്തെ പൂർണ്ണമായും ജയിക്കുവാൻ സാധിക്കും എന്നാണല്ലോ പറഞ്ഞത്. നമുക്കൊരു സംശയമുണ്ട്, ശരീരത്തിൽ ഇരുന്നിട്ട് പറ്റുമോ അതൊക്കെ? പറ്റും, യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള മഹാത്മാക്കളുണ്ട്, ഒരു ക്രോധവും വരാത്തവരുണ്ട്. കഥ വേണമെങ്കിൽ പറയാം. നാരായണ മഹർഷിയുടെ ഒരു കഥയുണ്ട് ഭാഗവതത്തിൽ. ഇന്ദ്രൻ, നാരായണ മഹർഷി ആരെയും തപസ് ചെയ്ത ഈ ഇന്ദ്രന് പരിഭ്രമ. കാരണം അയാളുടെ രാജ്യത്തിനായിരിക്കും അതൊന്ന് പേടിച്ചിട്ട്. അപ്പോൾ നാരായണ മഹർഷിക്ക് ഇതൊന്നുമില്ല, അതൊന്നും അറിയില്ല ഇന്ദ്രന്. ഇവിടെ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സ്ത്രീകൾ കൊട്ട് പാട്ടൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് കുറേ നേരം അവർ കൊട്ടും പാട്ടുമൊക്കെ നടത്തി ഇദ്ദേഹത്തിനെ മോഹിപ്പിക്കാൻ. ഒരു അനുക്കൂല നാരായണ മഹർഷിക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ സാരില്ല, നമ്മളെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ് മടങ്ങി പോകാൻ ഭാവിക്കുമ്പോൾ നാരായണ മഹർഷി അവരെ ഇങ്ങോട്ട് വിളിച്ചു, വരും, നിങ്ങളെന്താ പോണത്? അപ്പോൾ അവർക്ക് അത്ഭുതമായി. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ 2 തരക്കാരെ കാണാറുള്ളൂ. ഒന്ന്, ഞങ്ങൾ കൊട്ടും പാട്ടുമൊക്കെ വന്നാൽ തപസ്സൊക്കെ നിർത്തി ഞങ്ങളുടെ പിന്നാലെ പോരും. അങ്ങനെയുള്ളൊരു കൂട്ടർ കാണാറുണ്ട്. വേറൊരു കൂട്ടർ അങ്ങനെയല്ല, ഞങ്ങളെ ശപിക്കും, എന്നിട്ട് ഞങ്ങളും കുടുങ്ങും, അദ്ദേഹത്തിൻ്റെ തപശക്തിയും പോകും. അങ്ങനെ 2 തരക്കാരെ കണ്ടിട്ടുണ്ട്.
ഇവിടുന്ന് രണ്ടും കാണുന്നില്ല, ഞങ്ങളെ ശപിക്കണമില്ല. അത് മാത്രമല്ല ഇങ്ങോട്ട് മാടി വിളിക്കുന്നു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞല്ലോ. ഇതെന്തൊരു അത്ഭുതം വെച്ചു. അതായത് ഈ പ്രാക് ശരീര വിമോക്ഷണ കാമും ക്രോധമൊക്കെ ശരീരത്തിൽ വെച്ചിട്ട് മാറ്റാൻ പറ്റുന്നുള്ള എൻ്റെ ലക്ഷണത്തിനാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ നിങ്ങളെങ്ങനെയാലും വന്നില്ലേ, ഒരു കാര്യം ചെയ്യും, എന്നെ ശുശ്രൂഷിക്കണ ഇവിടെ ഒരു 5-8 സ്ത്രീകളുണ്ട്, അവരെ ഒന്ന് കണ്ടിട്ട് പോയിക്കൊള്ളു പറഞ്ഞു. അപ്പോൾ അവർക്ക് അത്ഭുതമായി. അങ്ങനെ അപ്പോൾ ഒരു 8 സ്ത്രീകളുണ്ട് വന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്ന് ഇദ്ദേഹം പരിചാരകം ചെയ്യാൻ അവരെ കണ്ടപ്പോൾ ഈ സ്വർഗത്ത് നിന്ന് വന്നവർക്കൊക്കെ നാണായി. കാരണം ഇവരുടെ 12 ഇരട്ടി സൗന്ദര്യമുണ്ട് ആ സ്ത്രീകൾക്ക്. അത്ര പോകുന്ന സൗന്ദര്യമില്ല സ്ത്രീകൾ ഇദ്ദേഹത്തിനെ പരിചയിച്ചിട്ട് അദ്ദേഹത്തിന് കാമുമില്ല ക്രോധമില്ല വെച്ചാൽ നമ്മളെ കണ്ടിട്ട് കാമം വരാതില്ല, അത്ഭുതമില്ല. കാരണം അവരെ ആസ്വദിച്ച് ഞങ്ങൾക്ക് ഒരു ഭംഗിയില്ല, അത്ര സുന്ദരികളാണ്. നാരായണ ഒരു കാര്യം ചെയ്യും, എങ്ങനെയാലും നിങ്ങൾ വന്നില്ലേ, ഇതെന്ന് ഒരു സ്ത്രീയെ നിങ്ങൾ കൊണ്ടുപോകും സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ കൊണ്ടുപോയി. ആ സ്ത്രീയുടെ പേരാണ് ഉർവശി. നമ്മൾ കേട്ടുള്ളൂ, ഉർവശി വെച്ചാൽ വലിയ സുന്ദരിയാണല്ലോ. അങ്ങനെ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞാണ് എന്താ അവിടെ പറയാൻ വെച്ചാൽ കാമവും ക്രോധമൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെ ഒതുക്കാൻ സാധിക്കും എന്ന് കാണിക്കാനാണ് ഭാഗവതം ഈ കഥ പറയുന്നത്. മാർക്കണ്ഡേയ മഹർഷിയുണ്ട് അവിടെ, അദ്ദേഹം ഇങ്ങനെ തന്നെ ചെയ്യില്ല, സപസൊക്കെ ചെയ്യും, വരുമെന്ന് പാട്ടും കളിയൊക്കെ ഉണ്ടാവും. അദ്ദേഹം കണ്ണ് തുറക്കുന്നില്ല. അന്നേരം അവർ പോകും. ഇദ്ദേഹം കണ്ണ് തുറക്കും മാത്രമല്ല അവർക്ക് വേറെ ആളെ കൊണ്ട് കൊടുക്കും കൂടിയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ സാധിക്കുമെന്ന് കാണിക്കാൻ, അതായത് നമ്മൾക്കും ഇവിടെ സാധിക്കും, ശ്രദ്ധിച്ചാൽ അങ്ങനെ ഒരു വേണം. മോഹമൊന്നും തോരില്ല, ക്രോധമൊന്നും വരില്ല. കാര്യം മനസ്സിലായ ക്രോധം വരും. അതെ, നിങ്ങൾ മനസ്സിനെ കീഴടക്കിയാൽ പിന്നെ എന്ത് കാമ, പിന്നെ എന്ത് ക്രോധ, ഒന്നുമില്ല. അതെ അതെ, ഇതൊക്കെ ഞാൻ പറഞ്ഞ അനിത്യാണെന്ന് പറഞ്ഞല്ലോ, ഇതിൻ്റെ 3 ശ്ലോകത്തിൽ പറഞ്ഞല്ലോ. ദുഃഖയോനി, അതൊക്കെ ദുഃഖത്തിൻ്റെ യോനികളാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ കരണ്ട പ്രശ്നമില്ല. അതാണ് പറയുന്നത് ഇവിടെ. തുടക്കത്തിൽ അവയെ ഇവിടെ ആറ് കാര്യം പറഞ്ഞത്, ദേഹമുണ്ടായിട്ടും കാമക്രോധത്തെ പൂർണ്ണമായും ജ്വലിപ്പിക്കുക അല്ലെങ്കിൽ ശാക്യമാണ്. 2, അങ്ങനെ അവയെ ജയിക്കുക അത്യാവശ്യമാണ് എന്ന് പറയണു. 2, 3 അതിനായി മരണം വരെ പ്രയത്നം ചെയ്യാൻ തയ്യാറാവേണ്ടതുണ്ട് സാധകന്മാർക്ക്. 4 പ്രയത്നം ക്രമപ്രകാരം ചെയ്യേണ്ടതാണ്. പ്രാരംഭത്തിൽ സ്ഥൂല പദാർത്ഥങ്ങളെ അല്ലെ സ്ഥൂലങ്ങളെ ശാന്തമാക്കുക, പിന്നെ സൂക്ഷ്മ വൃത്തികളെ നിരസനം ചെയ്യുക. 5 ഇതിൽ യോഗത്തിൻ്റെ അല്ലെങ്കിൽ സമത്വബുദ്ധിയുടെ ഉരക്കല്ല് അല്ലെങ്കിൽ പരീക്ഷണമുണ്ട്. 6 ഇതിൽ തന്നെ യഥാർത്ഥ സുഖം കിട്ടുന്നതാണ്. ഈ 6 വിചാരങ്ങൾ സാധകൻ്റെ ഹിതത്തിനായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ ഇതിൽ. എന്നിപ്പോൾ എന്തേ പറഞ്ഞ ശ്ലോകം ഒന്നുകൂടി പറയാം. ശക്നോതി ഇഹ ഇവ സോഢും, അല്ലെങ്ങനെയല്ലേ വെറുതെ പ്രാക് ശരീര വിമോഷണൽ കാമക്രോധോദ്ഭവം യോഗം സ യോഗി സ യുക്ത സ നിര. ഇനി പറയുന്നു അടുത്ത ശ്ലോകം, യോ അന്തസുഖ അന്തരാരാത്മ അന്തർജ്യോതിരേവച സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോതി ഗച്ഛതി. ഈ ഗീതയുടെ മാത്രം വാക്കാണ്. ഗീതയുടെ മുമ്പേ ഉള്ള ആധ്യാത്മ ഗ്രന്ഥങ്ങളിലൊന്നും ബ്രഹ്മനിർവാണം എന്ന പദമില്ല. ആദ്യം ഗീതയാണ് ബ്രഹ്മനിർവാണം നോക്കുന്നത്. അതും ഗീതയിൽ 4 പ്രാവശ്യം വരുള്ളൂ. 1 സ്ഥിതപര്യൻ്റെ അത് പറയുമ്പോൾ അവസാനത്തിൽ ആ ബ്രഹ്മനിർവാണം ഋച്ഛതി എന്ന് 18ാമത്തെ ശ്ലോകത്തിലുണ്ട്. ഇവിടെയും ഈ 24ലും 25ലും 26ലും പിന്നെ വരുന്നില്ല. അങ്ങനെ 4 പ്രാവശ്യം ഗീതയിൽ വരുന്നു. ഈ ബ്രഹ്മനിർവാണം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ജയിക്കുക. അതിൻ്റെ കഥ പറയാൻ ഞാൻ സാധാരണ ജീവിതത്തിലെ നീതിശാസ്ത്രം ഉണ്ടല്ലോ, അവർ പറഞ്ഞത് നല്ലത് ചെയ്താൽ ആൾക്ക് നല്ലത് വരും, ചീത്ത ചെയ്താൽ തിന്മ ചെയ്താൽ ആൾക്ക് ദുഃഖമോ ദോഷമോ വരും. ഇത് നീതിശാസ്ത്രമാണ്. ഇതിനെ ആസ്വദിച്ചിട്ട് മതശാസ്ത്രമുണ്ടല്ലോ, മതഗ്രന്ഥങ്ങൾ, ശാസ്ത്രം എന്ന് പറയുക എന്തെങ്കിലും മതഗ്രന്ഥങ്ങൾ, അവർ ഈ നീതി നടക്കാക്കാൻ ഇങ്ങനെ പറഞ്ഞില്ല. ഇവിടെ നല്ലതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും, തെറ്റോ പാപം ചെയ്താൽ നിങ്ങൾക്ക് നരകം കിട്ടും. പക്ഷെ അതൊക്കെ മരണത്തിന് ശേഷം അല്ലേ. അപ്പോൾ അത്ര വലിയ പരിഭ്രമ ആളുകൾക്കൊന്നുമില്ല. ഇപ്പോൾ ഇവിടുത്തെ കാര്യം നടക്കട്ടെ. ഏതായാലും അവരും ഇത് ചെയ്തത്, ഈ പുരാണ കർത്താക്കന്മാരിത് ചെയ്യാൻ കാരണം ലോകത്തിൽ നീതി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടിട്ട്
ഈ ഗീതാശാസ്ത്രം അതിന്ന് മേലിയ. ഗീതാശാസ്ത്രം മരിച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരു സമയത്തോ ഒന്നുമല്ല. ഈ ഹൈവ ഇവിടെ തന്നെ കിട്ടണം എന്ത് ഈ ആനന്ദം എന്ന് പറയണം ഇവിടെ. അപ്പോൾ എന്താ ഈ ഗീതാശാസ്ത്രം? അതുവരെ മതം എന്നുള്ളത് ഒരു വിശ്വാസമാണെങ്കിൽ ഗീത ഒരു ശാസ്ത്രമായി. കാരണം ഇന്നത് തീ തൊട്ടാൽ തൊള്ളു എന്നുള്ളത് എല്ലാവരും അനുഭവമാണല്ലോ. അതുപോലെ നിങ്ങൾ വേണ്ടത് നല്ലത് ചെയ്താൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് സുഖദുഃഖങ്ങൾ അതിൻ്റെ അനുഭവിക്കേണ്ടി വരും എന്ന് ശാസ്ത്രീയമായിട്ട് പറയുന്നത് ആണ് ഗീത. അതാ വ്യത്യാസം പറയാം. ഇരുപത്തിനാല് അന്തർജ്യോതി എന്നത് ആത്മജ്ഞാനത്തിൻ്റെ പ്രകാശമാണ്. ആ ശ്ലോകം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, അന്തർജ്യോതി നോക്കണമല്ലോ. അത് ആത്മജ്ഞാനത്തിൻ്റെ പ്രകാശമാണ്. എന്താണ് ആത്മജ്ഞാനം? അതെന്താ അറിയണ്ടേ? അതോ ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ക്രിയയും ഞാൻ ചെയ്യുന്നില്ല എന്ന് അറിയലാണ് ആത്മജ്ഞാനം. കാരണം അദ്ദേഹം പൂർണ്ണനാണ്, നിരപേക്ഷനാണ്, അതിന് പണിയൊന്നും ചെയ്യില്ല. അതായത് ആത്മാവിൻ്റെ അകർത്തൃത്വ ബോധം. ഇത് 4-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കർമ്മം, എന്താണ് വികർമ്മം, എന്താണ് അകർമ്മ എന്ന്. അകർമ്മം എന്ന് പറഞ്ഞാൽ പണി ചെയ്യാതിരിക്കലല്ല, ഞാൻ ആത്മാവാണ്, എനിക്ക് പണി ചെയ്യേണ്ട ആവശ്യമില്ല, ആവില്ല, കാരണം ഞാൻ പൂർണ്ണനാണെന്ന അറിവാണ് അകർമ്മം. അല്ലാണ്ട് ഈ ശരീരത്തിന് എന്തെങ്കിലും അനക്കം ഇല്ലാതെ ശരീരം ഇരിക്കില്ല. അതെപ്പോഴും ശരീരം എന്തെങ്കിലും കർമ്മം ചെയ്യും. ഞാൻ ചെയ്യുന്നു എന്ന ബോധമില്ലാണ്ട്, കാരണം ഞാൻ പൂർണ്ണനാണ്, ശരീരമാണ് കർമ്മം ചെയ്യുന്നത് എന്ന് വരും. ഇതിൽ പ്രകാശം അല്ലെങ്കിൽ സ്ഥിരത, സൗഖ്യം എന്നീ മൂന്നിനെയും ക്രമത്തിൽ ഒരിക്കൽ കൂടി കാണിച്ചിട്ടുണ്ട് ഈ ശ്ലോകത്തിൽ. പ്രകാശം പറയെ 13 മുതൽ 17 പ്രകാശത്തെയും, സ്ഥിരത 18 മുതൽ 20 വരെയും, സൗഖ്യം 21 മുതൽ 23 വരെയും വിശദമാക്കിയിട്ടുണ്ട്. ഇതിനൊരു ഭാഗവത്തിലൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുക, നല്ല വിശപ്പുണ്ട്, ഉരുളെടുത്തിട്ട് ഉണ്ണുമ്പോൾ ഓരോ ഉരുള ഉണ്ണുമ്പോഴും വിശപ്പ് മാറും, ഒരു സുഖം തോന്നും, മാത്രമല്ല പുഷ്ടി ഉണ്ടാവും ചെയ്യും. അറിയില്ലത് നമുക്ക് അനുഭവമല്ലേ? എല്ലാം ഉണ്ട ശേഷം വിശപ്പ് മാറുകയല്ല, എല്ലാം ഉണ്ട ശേഷം സന്തോഷം തോന്നുകയല്ല, എല്ലാം ഉണ്ട ശേഷം പുഷ്ടി വരികയല്ല. ഓരോ ഉരുളയ്ക്കും ഇറങ്ങുമ്പോൾ ഓരോ ഉരുള ഉണ്ണുമ്പോഴും കുറച്ച് വിശപ്പ് മാറി, കുറച്ച് സുഖമായി, കുറച്ച് പുഷ്ടി വന്നു. ഇതുപോലെ ഈ ഗീത പറയുന്നത്, നിങ്ങൾ ഈ സമത്വത്തിൽ നിന്നാൽ ഓരോ നിമിഷത്തിലും നിങ്ങൾക്ക് എന്തുണ്ടാവുന്നു? ആദ്യം ഇവിടെ എന്താ പറയുന്നത്? വിശപ്പ് മാറിയാൽ മനസ്സിൻ്റെ ചഞ്ചലത നിൽക്കും. അപ്പം എന്താ ഈ മനസ്സ് എത്ര ചഞ്ചലത ചുരുങ്ങണോ അത്രയും സന്തോഷം തോന്നും, അത്രയും പുഷ്ടി ഉണ്ടാവും, വെച്ചാൽ ആത്മജ്ഞാനം ഉണ്ടാവും. അപ്പോൾ ഈ മൂന്നും ഇത് എത്ര നല്ല ഉദാഹരണമാണ് ആ ഊണിൻ്റെ ഉണ്ടല്ലോ. അങ്ങനെ ഒന്നും ഭാഗവതത്തിലുണ്ട്. അതന്നെ അവിടെ പറയണത്. സ്ഥിരതയും കിട്ടും, സൗഖ്യം. 5-ാം അധ്യായത്തിൻ്റെ ഉത്തരാർദ്ധം ജീവൻ മുക്ത പുരുഷൻ്റെ ജീവചരിത്രം വർണ്ണിക്കുകയാണ്. അതിൻ്റെ സാരരൂപമാണ് ഈ 3 ശബ്ദങ്ങൾ. എന്താ ജീവൻ മുക്തൻ്റെ 3 ശബ്ദങ്ങൾ? അന്തർജ്യോതി, അന്തരല്ലോ, അതായത് പ്രകാശം, അതെ അന്തർജ്യോതി. ഞാൻ ശ്ലോകമൊന്നും ചെല്ല. അന്തസുഖം, അന്തരാത്മാവ്, ഇതിലേ അന്തസുഖം, അന്തരാത്മ, അന്തർജ്യോതി, ഈ 3 ആർക്കുണ്ടാവും? പരമമായ കർമ്മയോഗിക്ക് അല്ലെങ്കിൽ ജീവൻ മുക്തന് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു, 2-ാം അധ്യായത്തിൻ്റെ അവസാനം ശ്ലോകം 72 ഫലസ്വരൂപമായി പറഞ്ഞ ബ്രഹ്മനിർവാണ ശബ്ദം ഇവിടെ ഗീതയുടെ പ്രത്യേക ശബ്ദമാണ്. അതേ ശബ്ദം കർമ്മയോഗത്തെപ്പറ്റി വിശദീകരിക്കുന്ന ഈ 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് 24, 25, 26 ശ്ലോകങ്ങളിൽ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. ബ്രഹ്മനിർവാണത്തിന് വിധായകവും നിഷേധകവുമായ 2 അർത്ഥങ്ങളുണ്ട്.
കേവലം നിർവ്വാണ ശബ്ദം എന്ന് വരിക മാത്രമായാൽ മുഖ്യമായും നിഷേധാത്മക അർത്ഥമാണ് സ്ഫുരിക്കുക. എന്നാലും അതിൻ്റെ വിധായക അർത്ഥം കൂടി അഭീഷ്ടമാണ്. ഇത് 6-19 വരുന്നുണ്ട്. ജീവൻ മുക്തൻ്റെ രൂപത്തിൽ സ്ഥിതപ്രജ്ഞൻ്റെ 2 ദർശനങ്ങളും ഉണ്ട്. ശ്ലോകം 20 പറഞ്ഞിരിക്കുന്നു. ബ്രഹ്മനിർവ്വാണത്തിൻ്റെ അധികാരി ശ്ലോകം 24 യോഗി ശബ്ദത്താലും 25 26 ജ്ഞാനി ശബ്ദത്താലും കാണിച്ചിട്ടുണ്ട്. എന്തിനാ? കാരണം വെച്ചാൽ യോഗി ആയ കർമ്മയോഗി, ജ്ഞാനി ച സന്യാസി, രണ്ടാൾക്കും ബ്രഹ്മനിർവ്വാണം കാണിക്കാനുണ്ട്. ഇത് 2 ഭൂമികളുടെയും സമന്വയം ബോധ്യപ്പെടുത്താനാണ്. യോഗവും സന്യാസവും ഒന്നാണെന്ന് കാണിക്കാനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനിയായ ഇതിന് 2 ഉദാഹരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ജ്ഞാനിയും യോഗിയും. ജ്ഞാനി എന്ന് പറഞ്ഞാൽ രമണ മഹർഷി, അതിന് ഒന്നുമില്ല, ചുമ്മാരി. എന്നിട്ട് യോഗി എന്ന് പറഞ്ഞാൽ ഗാന്ധിജി എല്ലാം ചെയ്തു, പക്ഷേ അദ്ദേഹമായിട്ട് യാതൊന്നും കൂട്ടിയിട്ടില്ല, തനിക്കത് യാതൊരു ബന്ധമില്ല. രണ്ടാളും ഒന്ന് ജ്ഞാനിയുടെ ഭക്താണെങ്കിൽ മറ്റേത് കർമ്മയോഗി ഉണ്ടല്ലോ. അഹംഭാവമില്ല, അദ്ദേഹത്തിന് ആവശ്യമില്ല. ഇത് നടക്കുമെന്ന് കാണിക്കാൻ ഭഗവാൻ ഇങ്ങനെ ഓരോരുത്തരെ അവതരിപ്പിച്ച് കാണിച്ചു തരിക. ഇതാ കൺട്രോൾ ലോകത്തിൽ പറഞ്ഞിട്ട്. അടുത്ത ശ്ലോകം ലബന്ധേ ബ്രഹ്മനിർവ്വാണം ഋഷയ ക്ഷീണ കൽമഷ ചിന്നദ്വൈത യഥാത്മാന സർവഭൂതഹിതേരത. ഇവിടെ ഋഷയ എന്നൊരു വാക്ക് വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി പറയുന്നു, ഋഷികളും ബ്രഹ്മനിർവ്വാണത്തെ പ്രാപിക്കുന്നു. ആരാണ് ഋഷി? അതോ മനുഷ്യനെ കീഴൊതുക്കി തൻ്റെ വശത്താക്കിയവരാണ് ഋഷികൾ ആണ്. ഋഷിമാരെന്ന് പറഞ്ഞാൽ അർത്ഥം താടിയും അല്ല, അവരെ ബാഹ്യതല്ല, മനസ്സ് അവരുടെ കീഴിലായി, മനസ്സും ബുദ്ധിയൊക്കെ. അങ്ങനെയുള്ള ഋഷികളെന്ന് പറയാം. സാധാരണ മനുഷ്യൻ മനസ്സിൽ തോന്നുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നു, സ്വതന്ത്രരല്ല. മനസ്സൊന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് കൂട്ടാണ്ട് വയ്യ നോക്കും, നമ്മൾ കുടുങ്ങി. അങ്ങനെയല്ല, ദേഹം പറഞ്ഞാൽ മാത്രമേ മനസ്സ് കൂട്ടാം. അത് മനസ്സ് ബാല്യക്കാരനാണ്. ഇപ്പം നമ്മൾ അതെ അതെ മനസ്സിൻ്റെ കീഴിലല്ല ഋഷി, കൃഷിയുടെ കീഴിലാണ് മനസ്സ്. തൻ്റെ ഒരു അവയവാണ് ഈ മനസ്സേ. അത് ഉപകരണമാണ്. മനസ്സിൻ്റെ ദാസൻ. എന്നിട്ട് സ്വയം നമ്മൾ എന്ത് വിചാരിക്കുന്നു? കേമനാണെന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ മനസ്സ് പറഞ്ഞ് കൂട്ടാക്കുമെന്ന് പറഞ്ഞാൽ എന്താ അറിയുക? ഒരു യജമാനൻ പറയണ്, അതാ നിങ്ങളൊന്നും പറഞ്ഞൊരു കാര്യമില്ല, എൻ്റെ ബാല്യക്കാരൻ്റെ ആളുണ്ട്, അയാൾ എന്താ പറഞ്ഞാൽ അതേ കൂട്ടാക്കുമെന്ന് പറഞ്ഞാൽ എത്ര കൊള്ളരുതായുണ്ടോ അത്ര കൊള്ളരുതായുണ്ട്. ഞാൻ എൻ്റെ മനസ്സ് പറഞ്ഞേ കൂട്ടാക്കുള്ളൂ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ ആളുകളുടെ വിചാരം ഞാൻ വലിയ കേമനാണ്, നിങ്ങളൊന്നും പറഞ്ഞാൽ കൂട്ടാക്കില്ല, എൻ്റെ മനസ്സിൽ തോന്നിയത് പറയുള്ളൂ വെച്ചാൽ കേമനാന്നാണ് നാട്യം. വിവരമില്ലാഞ്ഞിട്ടായി പറയണത്. മനസ്സ് അങ്ങനെ വരാനേ വയ്യല്ലോ. ഋഷി എന്ന് പറഞ്ഞ ആൾ ഈ തരക്കാരനല്ല. കാരണം തൻ്റെ അടിമയെ തൻ്റെ കീഴിലവിടെ നിർത്തും, സാധിക്കില്ല. അദ്ദേഹത്തിന് ലക്ഷ്യത്തെ പറ്റിയോ മാർഗത്തെ പറ്റിയോ ഒരു സംശയവുമില്ല. അതൊക്കെ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. ആത്മജ്ഞാനം വന്നതോടെ എല്ലാ പാപങ്ങളും നശിച്ചുപോയി അദ്ദേഹത്തിന്. കാരണം സങ്കല്പപാപേ പെണ്ണുകളായി കഴിഞ്ഞു. സർവഭൂതങ്ങളുടെയും നന്മയിൽ തൽപരനാണ് ഋഷി. അതുകൊണ്ടാണ് സർവഭൂത ഹിതേരത. ഒരു ശ്രദ്ധിച്ച് വേണ്ട വാക്കാണ് ഭാഗവതത്തിൽ. സർവഭൂത സുഖേരത എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ ഭൂതങ്ങൾക്കും സുഖമുണ്ടാക്കണം എന്നിൽ അദ്ദേഹത്തിന് ആവശ്യമില്ല. സർവഭൂതങ്ങൾക്കും ഹിതം ഉണ്ടാവുന്നത്. ഉദാഹരണം പറയാം. എനിക്ക് മദ്യം സേവിക്കുന്ന സുഖ തോന്നിയാൽ ഈ ജ്ഞാനി അയാൾക്ക് മദ്യം കൊടുക്കില്ല. കാരണം അത് അയാൾക്ക് സുഖമാണെങ്കിലും അത് അയാൾക്ക് ഹിതമല്ല. നേരെ മറിച്ച് അയാൾക്ക് കഷായം കഴിക്കണം, അയാൾക്ക് അത് സുഖമല്ല. പക്ഷേ അത് അയാൾക്ക് സുഖമാണെങ്കിൽ, അയാൾ ഹിതാണെങ്കിൽ ഞാൻ കഷായം കൊടുക്കുകൾക്ക് നിർബന്ധിച്ചിട്ട്. അങ്ങനെയുള്ള, അതായത് വിവരമുള്ള ആളാണ് ഈ ഋഷി എന്ന് പറഞ്ഞ അർത്ഥം. സർവഭൂത ഹിതേരത എന്നത് വീണ്ടും ഇത് ഇനി ആദ്യം ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ 12-4 ശ്ലോകത്തിലും ഇത് വരുന്നുണ്ട്. വിശ്വഭൂതരതി അല്ലെങ്കിൽ ജ്ഞാനി പുരുഷൻ്റെ സ്വതന്ത്രമായ ഒരു കാര്യക്രമമല്ല. അദ്ദേഹം ഇങ്ങനെ ചെയ്തോളുന്നത് നിർബന്ധമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇത്. ചിലത് നമ്മളുടെ കാര്യം ചെയ്യുന്നുണ്ട്. ഇതങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ സ്വഭാവം തന്നെയായിരിക്കണം. അത് അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിൽ അന്തർഗതമാണ്. ജ്ഞാനം അദ്ദേഹത്തിന് ഒരു ഭാരമല്ല. നമുക്ക് ചിലർക്കൊക്കെ പഠിച്ചത് അത് പഠിച്ചു വെക്കാൻ ഭാരമുണ്ട്. ഇതതില്ല, സ്വയമേ അവ അതിലായിരിക്കും വേണ്ടത്. ജ്ഞാനിയുടെ ചിത്തത്തിൻ്റെ ഭൂമികയും യോഗിയുടെ ആചരണത്തിൻ്റെയും ഒരേ. ജ്ഞാനി അതിൻ്റെ വികാരം ജ്ഞാനമുള്ളത്.
യോഗി അത് പ്രവർത്തിക്കുകയാണ്. രണ്ടാളും വ്യത്യാസമില്ല. പ്രവർത്തിക്കുമ്പോൾ ജ്ഞാനം ഉണ്ടായിട്ട് വേണം. ജ്ഞാനമുള്ള ആൾ ചിലപ്പോൾ പ്രവർത്തിച്ചത് കാണില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അപ്രകടമാണേ ഉള്ളൂ. ലോക സമാധാനം ഉണ്ടാവാൻ ഇത് മാത്രം മതി. അങ്ങനെ എല്ലാ കാര്യത്തിനും അവർ ഒരു പ്രയോജനം അതെന്നാണ് കിട്ടുന്നത്. അത് സാധിക്കും പറയണം. കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനം. അതിനല്ലേ ശ്ലോകം. കാമക്രോധവിയുക്താനം വീണ്ടും വീണ്ടും ഈ രണ്ടാളെയാണ് പ്രധാനമായിട്ട് പറയുക. ആര്? ഈ കാമും ഈ ക്രോധവും. കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവ മഹാശനോ മഹാപാത്മ വിദ്യേന മിക വൈരിണെന്നും 3 പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാ അപകടവും ഉണ്ടാക്കുന്നത് ഇവർ രണ്ടാളാണ്, കാമും ക്രോധവും. അവരെ ഒതുക്കി വിരയ്ക്കുക. നിങ്ങൾ ജ്ഞാനിയായി, ഋഷിയായി, യോഗിയായി ഒക്കെ അതെ അതെ അത് മൂടിയിരിക്കുകയാണ്. ആ മൂടല മാറുകയാണ്. പിന്നെ പ്രകാശം തന്നെ വരുമല്ലോ. കാമക്രോധ വിയുക്താനാം യതീനാം, അവിടെ യതി എന്ന് പറഞ്ഞിരിക്കുന്നു. യഥചേതസാം അഭിതോ അഭിത ഇവിടെ തന്നെ, അതായത് മരിച്ച ശേഷമോ അല്ലെങ്കിൽ ഭരിക്കാറാവുമ്പോഴോ അല്ല, ഇപ്പം തന്നെ അയാൾ ബ്രഹ്മനിർവ്വാണം കൊണ്ട് വർത്തതേ വിദിത ആത്മന. ആത്മാവ് എന്താണെന്ന് അറിഞ്ഞ ആൾക്ക് ഇവിടെ വെച്ച് തന്നെ ആ ബ്രഹ്മനിർവ്വാണം സാധിക്കുന്നു എന്ന് പറയുന്നവർ. ആത്മജ്ഞാനം വന്നിട്ട് എല്ലാ പാപങ്ങളും നശിച്ചു, വെണ്ണീറായി. സർവഭൂതങ്ങളുടെയും നന്മയിൽ തൽപരനാണ് ഋഷി എന്ന് പറഞ്ഞല്ലോ. ഭക്തിയോഗത്തിൽ നിർഗുണ ഭക്തനെ വിവരിക്കുമ്പോൾ ഭഗവാൻ സർവഭൂതഹിതേരഥാന്ന് ഇനി 12:4 ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നിർഗുണ ഭക്തൻ അധികം രഥ അതിലെ സർവഭൂതഹിതേ. അപ്പോൾ പ്രവർത്തിച്ചു എന്ന് തോന്നില്ല, പക്ഷെ ഹിതം അതാണെന്ന് അതിനെ അറിയാം. മറ്റേത് അങ്ങനെയല്ല, കർമ്മയോഗി ചെയ്യുക ചെയ്യും, പ്രവൃത്തി തന്നെ ചെയ്യും. ഈ പ്രവൃത്തി അദ്ദേഹം ജ്ഞാനി പുരുഷൻ്റെ സ്വതന്ത്രമായ ഒരു കാര്യക്രമമല്ല ഈ ലോകസേവനം. ചിലപ്പോൾ ചെയ്തു എന്ന് കാണും, കാഴ്ചയ്ക്ക് ഇല്ലാന്ന് തോന്നും, പക്ഷെ എന്തായാലും ഉള്ളിൽ അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ അന്തർഗതമാണ്. ജ്ഞാനം അദ്ദേഹത്തിന് ഒരു ഭാരമല്ല. ജ്ഞാനിയുടെ ചിന്തനത്തിന് ഭൂമികയും യോഗയുടേത്, അതായത് ജ്ഞാനിയുടെ ഭൂമിക അല്ലെങ്കിൽ ലെവൽ എന്താ വെച്ചാൽ ചിന്തനത്തിൻ്റെ, യോഗിയുടെ പ്രവർത്തനത്തിൻ്റെ. ചിന്തനവും പ്രവർത്തനവും ഉണ്ട്. ജ്ഞാനി പ്രധാനമായിട്ട് ചിന്തനം, അല്പം പ്രവർത്തനം. മറ്റേ യോഗി അധികം പ്രവർത്തനം, അല്പം ചിന്തനം. രണ്ടാളും ഒന്ന് തന്നെ എന്ന് പറയാണ്. അതെ, വ്യത്യാസമില്ല. 2 തരക്കാരും വേണം ഇവിടെ. യോഗിയും വേണം, ജ്ഞാനിയും വേണം. ജനക മഹാരാജനിൽ രണ്ടുണ്ടായിരുന്നു. ആ ശ്ലോകത്തിൻ്റെ അകത്തോട് പറയാം. ആത്മബോധം വന്നവനും മനസ്സിനെ ജയിച്ചവനും കാമക്രോധങ്ങൾ വിട്ടുപോയവനുമായ യതിക്ക് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ബ്രഹ്മനിർവ്വാണം സാധിച്ചിരിക്കുന്നു. പരമശാന്തി അല്ലെങ്കിൽ പരമാനന്ദം ഇത് ഒരു മരണാനന്തര വസ്തുവായി ഗീത കണക്കാക്കിയിട്ടില്ല. ഇവിടെ വെച്ചിട്ട് തന്നെ സർവത്ര ബ്രഹ്മത്തെ കാണുക, സർവത്ര ബ്രഹ്മനിർവ്വാണത്തെ കാണുക, അങ്ങനെ 2 എണ്ണമുണ്ട്. ഇതിൽ വ്യത്യാസം പറയണേ. ഇവയുടെ ഭേദത്തെ അറിയേണ്ടത് ആവശ്യമുണ്ട്. ബ്രഹ്മനിർവ്വാണത്തെ സർവത്ര കാണുക, ബ്രഹ്മനിർവ്വാണത്തെ സർവത്ര കാണുക എന്നാൽ സംസാരത്തെ മോക്ഷരൂപമായി കാണുക എന്നർത്ഥം. ഇത് അനുഭൂതിയുടെ പരമസീമയാണ്. സാധാരണ ഉള്ള ജ്ഞാനികൾ എന്തു പറയുമോ? ഈ ഈശ്വരൻ മനുഷ്യനാണോ? അല്ല. മൃഗമാണോ? അല്ല. ഈ ലോകം ഉള്ളതാണോ? അല്ല. നേതി എന്നാണ് ജ്ഞാനികൾ പറയുക. അവിടെ പറഞ്ഞത് എന്ന് പറയും. അതായത് സംസാരത്തിലെ ഒരു വസ്തുവും ബ്രഹ്മമല്ല എന്നയാൾ അറിയും. പക്ഷേ എന്നിട്ടും സംസാരം കാണുന്നുണ്ട്. ഇതൊന്നും അല്ല പറയുമ്പോൾ കാണുന്നുണ്ട്.
പരമജ്ഞാനി പറയുക, അതിൽ മേലെ ഒരു അജ്ഞാനിയുണ്ട്. അയാളെന്താ പറയുക പറയുക ഈ ഓം എന്ന് പറയാണ്. ഈശ്വരൻ സത്യസ്വരൂപനാണോ? അതെ. ഈശ്വരൻ കള്ളനാണോ? അതെ. ഒക്കെ പറയും. അതാ പറഞ്ഞത്. പരമജ്ഞാനി പറയുക ഇതി എന്നാണ്. ഇത് ബ്രഹ്മമാണ്, ഇത് ബ്രഹ്മമാണ്. സംസാരത്തെ അദ്ദേഹത്തിന് കാണാനേ കഴിയില്ല. മറ്റൊരാൾക്ക് സംസാരം ഉണ്ട്, അതല്ല എന്ന് പറയാം ജ്ഞാനി. അദ്ദേഹം സംസാരത്തിനെ കാണാൻ തന്നെ അതിന് കഴിയില്ല. കാരണം സംസാരം ഉള്ള ഒന്നല്ലല്ലോ, സങ്കല്പമല്ലേ. ഈ ഈശാവാസം ഇതം സർവം എന്നും അല്ലേ, അതുമായി വാസുദേവ സർവമിതി എന്നതാണ് അദ്ദേഹത്തിൻ്റെ അനുഭൂതി. അദ്ദേഹം വേറെ ഒന്നും കാണുന്നതിനില്ല അനുഭൂതി. ഇത് ഞാൻ അനുഭൂതിയുടെ അവസാനത്തെ അതിരാണ്. അങ്ങേപ്പറ്റി ഇനിയൊന്നും പറയാനില്ല, അതിരാണ്. ഇതിനെയാണ് ശ്രീരാമകൃഷ്ണൻ പറയാ. ഇതിനെ നമ്മൾ സാമാന്യം ജ്ഞാനവും വിശേഷജ്ഞാനം എന്ന് പറയാറുണ്ട്. വിജ്ഞാനം അതിനൊരർത്ഥം വേറെ ഉണ്ട്. രാമകൃഷ്ണൻ അതിനെ ഒന്നുകൂടി ഭംഗിയാക്കിയിട്ടുണ്ട്. വിജ്ഞാനം തന്നെ. ഇതിന് വിജ്ഞാനം എന്നുള്ളതിന് അദ്ദേഹം വിവിധജ്ഞാനം എന്ന അർത്ഥമല്ല എന്ന് പറയാം. എന്താണ്? വിശിഷ്ടജ്ഞാനം എന്ന അർത്ഥമാണ്. അപ്പോൾ കണ്ടതൊക്കെ ഈശ്വരനാണെന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം ഈ സൃഷ്ടിയെ തന്നെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചത് പറയുകയാണെങ്കിൽ ഈ വിവിധ ജ്ഞാനത്തിനെയാണ് നമ്മൾ വിജ്ഞാനം എന്ന് പറയുന്നത് സാധാരണ. അതിനെ ഒന്നുകൂടി മാറ്റി സാമാന്യതേനേക്കാളും മേലെയാണ് ഈ വിശുദ്ധജ്ഞാനം. കാണുന്നത് അദ്ദേഹം ഈശ്വരനെ അല്ലാണ്ട് ഒന്നും കാണുന്നില്ല. ഇത് ഈശ്വരനാണോ, ഇത് ഈശ്വരൻ ഒക്കെ അതേ പറഞ്ഞാൽ അപ്പോൾ ഈശ്വരനല്ലേ കാണുള്ളൂ. അത് കുറച്ചുകൂടി മേലെയാണ് എന്ന് പറയുന്നത്. ഇനി 2 ശ്ലോകങ്ങളിൽ അപ്പം ബ്രഹ്മനിർവ്വാണം എന്നുള്ളത് ഇവിടെ 3 പ്രാവശ്യം വന്നു. അവിടെ 2 ഇതിലെ പ്രാണായാമത്തെ പറ്റി പറയുകയാണ്. ഗീതയിലൊരു പ്രത്യേകത, 6-ാം അധ്യായത്തിലാണ് ധ്യാനയോഗം. അവിടെ പ്രാണായാമത്തെ പറ്റി ഒന്നും പറയണേയില്ല. ഇവിടെയാണ് പറയണത് 5-ലെ 27-ാമത്തെ ശ്ലോകം. സ്പർശാൻ കൃത്വ ബഹിർബാഹ്യ ചക്ഷുശ്ചൈവ അന്തരേ ഭ്രുവോ പ്രാണാപാനോ സമോ കൃത്വ നാസാഭ്യന്തരചാരണോ. സ്പർശത്താൽ ഉണ്ടാവുന്ന ഭോഗമായ ബാഹ്യവിഷയങ്ങളെ ദുഃഖയോനികൾ എന്നറിഞ്ഞ് അവയെ അകറ്റി നിർത്തിയിരിക്കുന്നു ഈ യോഗി. ദൃഷ്ടികളെ പുരികങ്ങളുടെ മധ്യത്തിൽ നിർത്തി പ്രാണനെയും അപാനനെയും സമമാക്കി ധ്യാനയോഗത്തിൻ്റെ പടികളാണിവ. നിർഗുണ നിരാകാര ഭക്തിയുടെ വിവരണവുമാണ് ഇതൊക്കെ. ഇത് ഇപ്പോൾ ഇവിടെ 2 പറഞ്ഞല്ലോ. ഇത് നിർഗുണ നിരാകാര ഭക്തിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. പറയുമ്പോൾ കർമ്മയോഗമാണെങ്കിലും ഇങ്ങനെ പറഞ്ഞു. ഇതിൻ്റെ വിവരണം ഈ 5-ാം അധ്യായം കഴിഞ്ഞാൽ കർമ്മയോഗം അവസാനിച്ചു. ഇനി 6ഉം 7ഉം 8ഉം അധ്യായങ്ങൾ ഈ നിർഗുണ ഭക്തിയെ പറ്റി പറയാൻ പോവുക. അതാ പറഞ്ഞത്. 6ഉം 7ഉം 8ഉം അധ്യായങ്ങളിലെ ആണ് ഈ വരാമുണ്ട്. ഇതിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ഇതിലെ 27ഉം 28ഉം ശ്ലോകങ്ങൾ. അതിൻ്റെ ശ്ലോകങ്ങൾ പ്രാണനെയും അപാനനെയും സമാനമാക്കി വയ്ക്കുവാൻ ഉള്ള കല അറിയാതെ സമാധിയുടെ ഉന്നത പർവ്വതത്തിൽ കയറുക സാധ്യമല്ല. ആദ്യം ഇതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ട് വേണം. അല്ലാണ്ട് പെട്ടെന്നാണ് സമാധിയൊന്നും ഉണ്ടാവില്ല. പലരും ചെയ്യുന്നത് പ്രാണായാമം കഴിഞ്ഞിട്ട് അവിടെ നിർത്തുക. അത് പാടില്ല. യമനിയമങ്ങൾ പറയുന്നത്. അടുത്ത അധ്യായത്തിൽ യോഗ പർവ്വതത്തിൽ കയറൽ ഉണ്ട്. 6-ൽ 3 യോഗാരൂഢനാണെന്നുള്ള അത് പറയല്ലോ, അത് പറയുന്നുണ്ട്. അതിൻ്റെ മുൻ തയ്യാറെടുപ്പ് ആണ് ഇതൊക്കെ. എന്ത് പ്രാണങ്ങളെ ഒതുക്കലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരികയാണെന്ന് അവിടെ ഇതിനെപ്പറ്റി പറയണം. അടുത്ത 28-ലെ യഥേന്ദ്രിയ മനോബുദ്ധിർ മുനിർ മോക്ഷപരായണ വിഗതേച്ഛാഭയ ക്രോധ യ സദാ മുക്ത ഏവസ. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഇവയെ അടക്കി ഇച്ഛ, ആശ, ക്രോധം ഇവ ഇല്ലാത്തവനായ മുനി മോക്ഷത്തെ പ്രാപ്യസ്ഥാനമായി കരുതുന്നു. ഇത്തരക്കാർ എപ്പോഴും മുക്തന്മാർ തന്നെ. ശരീരത്തിൻ്റെ ഇനി ഈ പ്രാണായാമം ചെയ്യുന്നതിനെ പറ്റി ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഇവിടെ. പലരും വിചാരിക്കുന്നത് ഈ പ്രാണായാമം ഒക്കെ കഴിയുന്നത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിനാണ്. അതല്ല. അതിൻ്റെ ആവശ്യം ആത്മജ്ഞാനം ഉണ്ടാവില്ല, സമാധി ഉണ്ടാവാനാണ്. പലരും അത് അറിയാത്തതുകൊണ്ടാണ് ആദ്യം പറഞ്ഞുള്ള യമനിയമങ്ങൾ സ്വീകരിക്കാറില്ല. യമവും നിയമവും ആസനവും കഴിഞ്ഞിട്ടേ പ്രാണായാമം പറയുന്നത് ഋഷി. ഇവർക്ക് അതൊന്നുമില്ല, പ്രാണായാമം ആണ് തുടങ്ങുക. അപ്പോൾ ശരീരത്തിന് ചില ഗുണങ്ങളൊക്കെ കിട്ടും. അതിനൊരു ഉദാഹരണം
പറയാം. രാജയോഗത്തിലും പറയുന്നുണ്ട്. അല്ല, അതിനൊരു ഉദാഹരണം പറയാം. ഗംഗാ നദി, നല്ല അസൽ വെള്ളം, അതിൽ 2 ആൾ കുളിക്കുന്നു. ഒരാൾ ശാസ്ത്രജ്ഞനാണ്. അയാളവിടെ പോയിട്ട് കുളിക്കുമ്പോൾ അയാളുടെ വിചാരം ഈ ഒഴുകുന്നത് H2O 2 ആണല്ലോ, വാട്ടർ എന്ന് പറഞ്ഞാൽ അയാൾ കുളിച്ച് നല്ലോണം സോപ്പ് തേച്ച് കഴുകി വന്നാൽ ശരീരശുദ്ധി അയാൾക്ക് കിട്ടും, സംശയമില്ല. മറ്റൊരാൾ പോകുന്നത് അങ്ങനെയല്ല. ഈ കാണുന്നത് ഗംഗ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിൻ്റെ ഒരർത്ഥം പറയാൻ വെച്ചാൽ, മഹാബലിയുടെ സമയത്ത് കാല് ഭഗവാൻ വലുതായിരുന്നു, അത് ബ്രഹ്മലോകം വരെത്തി എന്ന് തോന്നുന്നു. അപ്പോൾ ബ്രഹ്മാവ് തൻ്റെ ആ കിണ്ടിയിലുള്ള വെള്ളം കൊണ്ട് ആ പാദം ക്ഷാളനം ചെയ്തു അല്ലേ. അപ്പോൾ അത് തീർത്ഥായി. അത് പരമശിവൻ തലയിൽ സ്വീകരിച്ചു. എന്നിട്ടും ഇതിന് പേരോർമ്മ വരുന്നില്ല, വളരെയധികം പണിയെടുത്തവർ, ഭഗീരഥനല്ലോ. എൻ്റെ ആവശ്യപ്രകാരം പിന്നെ വന്ന ഗംഗയാണ്. അപ്പോൾ അതിലെന്തുണ്ട്? ബ്രഹ്മാവിൻ്റെ വെള്ളം ഭഗവാന്റെ കാലഴിച്ചത് ശിവന്റെ ശിരസിലുള്ളത് ഇത്രയൊക്കെ മഹത്തായ കാര്യമാണ് എന്ന് വിചാരിച്ചിട്ട് അയാളും ആ ഗംഗയെ തന്നെ കുളിക്കുന്നു. അയാൾക്കും ശരീരശുദ്ധി കിട്ടും, സംശയമില്ല. പക്ഷെ അയാൾക്ക് മനഃശുദ്ധിയും കൂടിയും കിട്ടും. കാരണം ഈ മനസ്സിൻ്റെ അത്ര പരിശുദ്ധമാണെന്ന് ഭാവനയിലാണ് കഴിയുന്നത്. അപ്പോൾ അയാൾ വെറുതെ കുളിക്കുകയല്ല, അയാൾക്ക് മനഃശുദ്ധിയും കിട്ടും, ശരീരശുദ്ധിയും കിട്ടും. ഈ വെറും ശാസ്ത്രജ്ഞന് ശരീരശുദ്ധി മാത്രമേ ഉള്ളൂ, മനഃശുദ്ധി കിട്ടില്ല. അതിപ്പോൾ ഈ ശരീരശുദ്ധി കിട്ടാൻ പോത്തിനെ കഴിക്കാലും ആ പോത്തിനും കിട്ടും. അതുപോലെ ആവരുത്. ഈ പ്രാണായാമത്തിന് ഭഗവാൻ പറഞ്ഞത് പ്രാണായാമം കൊണ്ട് ശരീരത്തിന് കുറേ ഗുണം കിട്ടാനല്ല, ആത്മജ്ഞാനം ഉണ്ടാവാനാണ്. അത് സാധിക്കുന്നില്ലെങ്കിൽ വെറുതെ അത് പറ്റില്ല എന്ന് പറയാനാണ് ഇപ്പോൾ ഇത്രയൊക്കെ പറയേണ്ടി വന്നത്. പ്രാണായാമം ചെയ്യുന്നത് ശാസ്ത്രജ്ഞൻ ഗംഗയിൽ വെറും H2O എന്ന് കരുതി ദേഹശുദ്ധിക്ക് വേണ്ടി കുളിക്കുന്നത് പോലെയാണ്. യോഗശാസ്ത്രജ്ഞനായ പതഞ്ജലി മഹർഷി യമനിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. ഇവർ പ്രാണായാമത്തിന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ അടിത്തറില്ല കൊടുത്തത്. അവയുടെ സാധനയ്ക്ക് വേണ്ടി മാത്രമേ മോക്ഷമാർഗത്തിൽ പ്രാണായാമാദികൾക്ക് സഹായമായി വിധിച്ചിട്ടുള്ളൂ. മോക്ഷസാധനം കിട്ടലാണ്, പ്രാണായാമത്തിന് വേണ്ടിയല്ല വെച്ചിട്ടുള്ളത്. ജീവൻ മുക്ത ശബ്ദം ഗീതയിൽ വരുന്നില്ല, അങ്ങനെ പേരില്ല. എങ്കിലും ശ്ലോകങ്ങൾ 19, 23, 26, 28 അതിൻ്റെ ബീജരൂപം കാണിക്കുന്നു. ഈ അധ്യായത്തിൻ്റെ ആദ്യത്തെ അധികാരം 13 മുതൽ 29 മുതൽ ഈ ശ്ലോകങ്ങൾ ജീവൻ മുക്തൻ്റെ ലക്ഷണങ്ങളെ വിശദമാക്കുന്നു. അതിൽ സന്യാസവും യോഗവും തമ്മിൽ സമന്വയിച്ചിട്ടുമുണ്ട്. ഇതും ഇതിൻ്റെ മുന്നിലെയും ശ്ലോകങ്ങൾ ജീവൻ മുക്തൻ്റെ ലക്ഷണങ്ങളെ സാധിക്കുന്ന സാധനയുടെ ക്രമമായ സൂചന നൽകുന്നുണ്ട്. 1 യമനിയമമായ പ്രാണായാമ പ്രക്രിയ, 2 ഇന്ദ്രിയ മനോബുദ്ധികളെ ക്രമത്തിൽ സ്വാധീനിക്കൽ, 3 അവസാനം സർവവാസനാമുക്തി. ഇങ്ങനെ നിർഗുണ സാധന പറഞ്ഞു തരുന്നു ഈ 2 ശ്ലോകത്തിൽ. അതാണ് ഇനി 6, 7 മറ്റുള്ള അധ്യായത്തിൽ വരാൻ പോകുന്നത്. ഇതിന് വിപരീതമായിട്ട് അടുത്ത ശ്ലോകത്തിൽ ഇനി വരാൻ പോകുന്നത് 29-ാമത്തെ, എല്ലാ സാധനങ്ങളെയും പരമേശ്വരന് അർപ്പിക്കുക, ആ വിശ്വസുഹൃത്തിൻ്റെ നിരന്തര സഖ്യം സമ്പാദിക്കുക, സ്വയം അദ്ദേഹത്തിൻ്റെ കയ്യിലെ ഒരു ആയുധമായി തീരുക. ഇപ്രകാരം സഗുണ സാധനയും കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥമാണ് വിവരിക്കുകയാണ് 9, 10, 11, 12 സഗുണകൾ. മറ്റത് അങ്ങനെ വരുന്നുണ്ട്. ഇതിലെ യജ്ഞ തപ ശബ്ദങ്ങൾ വിശേഷ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗീതോക്തമായ യജ്ഞം, ദാനം, തപം എന്നീ ത്രിവിധ കർമ്മയോഗം ഇവിടെ യജ്ഞശബ്ദത്തിൽ ഒതുക്കിയിട്ടുണ്ട്. അതിൽ നിന്നും ഭിന്നമായ തപശബ്ദം സന്യാസനിഷ്ഠയെ സൂചിപ്പിച്ചിരിക്കുന്നു. കർമ്മയോഗം സന്യാസങ്ങളുടെ തുലനം ചെയ്യുന്ന അധ്യായമാണുള്ളത്. പറയുന്നത് സന്യാസവും കർമ്മയോഗം ചെയ്യുന്ന അധ്യായത്തിൽ ഇത് ഉപസംഹാര ശ്ലോകമാകയാൽ ഈ വിശേഷ അർത്ഥമെടുത്തിരിക്കാൻ രണ്ടിനും കൂടിയിട്ട് ഇവിടെ യജ്ഞതപങ്ങളുടെ ഭോക്താവ് ഈശ്വരനാണ് എന്ന് അറിഞ്ഞാൽ എല്ലാറ്റിനും ഭഗവാനാണ്. ഫലത്യാഗം സ്വയം വന്നു ചേർന്നു, അതാണ് ഇവിടെ ബുദ്ധിമുട്ടുള്ളത്. അതറിയില്ല, ഒക്കെ ഭഗവാന്റെയാണെന്ന് തോന്നിയാൽ പ്രയാസമില്ല. അതിനാൽ പരമശാന്തി ലഭിക്കുന്നു. ഞാൻ എൻ്റെയാണെന്ന് തോന്നുമ്പോഴാണ് ദുഃഖമൊക്കെ വരുന്നത്. ഒക്കെ ഈശ്വരൻ്റെ ആണെന്ന് നമുക്ക് പരിഭ്രമില്ല. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ
അതെ, അല്ല അതിപ്പം ലോകത്തിലെ എല്ലാ ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും കാരണം മമതയാണ്. ഞാൻ ഇപ്പം ഇന്നൊരു കഥ പറയായിരുന്നു. ഒരു പട്ടണത്തിൽ ഒരു തെരുവ്, അതിലൊരു വലിയ റോഡ്, അതിലൊരു സൈഡിൽ ഒരു കൃഷ്ണമേനോൻ താമസിക്കുന്നു വലത്ത് ഭാഗത്ത്, ഇടത്ത് ഭാഗത്ത് ഒരു രാമമേനോൻ താമസിക്കുന്നു. രണ്ടാളും വലിയ ഉദ്യോഗസ്ഥന്മാരാണ്. ക്ലബിലൊക്കെ കാണാറുണ്ട്. അവിടെ ആകുമ്പോൾ എപ്പോഴൊന്നും സംസാരിക്കാൻ പറ്റില്ല, അവർ കാണും എന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ രാമൻ്റെ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വരും രാമനൻ, അത് കഴിഞ്ഞാൽ വരും. അപ്പോൾ എന്താ ചോദിച്ചാൽ വീട്ടിലെന്തോ അത്യാവശ്യം ഉണ്ട്. അവിടെ നാട്ടിൻപുറത്ത് അവരുടെ ഒരു തറവാടുണ്ട്, അവിടെ താമസിക്കാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ ഞങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ ദിവസം വരും, തുറന്നു പോകും, അങ്ങനെ നടക്കും. അപ്പോൾ തന്നെയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം സന്ധ്യാസമയത്ത് കുറച്ച് ദിവസമായിട്ട് രാമേനെ കാണാറില്ല. സന്ധ്യമേത്ത് രാമൻ്റെ ഈ തൊഴുത്തിൻ്റെ അവിടെ തീ കത്തുന്നു. അപ്പോൾ അദ്ദേഹം ഒരാൾ ക്ലബിലൊക്കെ പോണവരാണ്. അന്ന് അദ്ദേഹം ക്ലബ്ബിൽ പോയിരുന്നില്ല. അപ്പോൾ ഫോണിൽ വിളിച്ച് പറഞ്ഞു ക്ലബ്ബിൽ രാമേനോട്, നിങ്ങളുടെ ഇവിടെ ഈ തൊഴുത്ത് തീ കത്തുണ്ട്, വേഗം വരും പറഞ്ഞു. അപ്പോൾ രാമനും പറഞ്ഞു വരിക. അത് സാരില്ല പറഞ്ഞിട്ട് ആ ഫോൺ അവിടെ വെച്ചു. ഇയാൾക്ക് അത്ഭുതം തോന്നി, എന്താ ഇങ്ങനെ ചെയ്യണത് വെച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. ഇവരെല്ലാവരും ചാടി മറിച്ചിട്ട് അതൊക്കെ കെടുത്തി. കുറച്ച് കഴിയുമ്പോൾ രാമനും വരുന്നു. അപ്പോൾ കൃഷ്ണൻ നിർത്തിട്ട്, നിങ്ങളെന്ത് ആളാഹേ, നിങ്ങൾ തീ കത്തുന്നു പറഞ്ഞാൽ പിന്നെ ഒത്തിരി സാരില്ല എന്ന് പറഞ്ഞിട്ട് വയ്ക്കുക വെച്ചു. അപ്പോൾ രാമനും ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആ വീട് മിഞ്ഞാന്ന് അബ്ദുൽ ഖാദർക്ക് വീട്ടിറക്കണു, പണം ഞാൻ ബാങ്കിലിട്ടിട്ടുണ്ട് പറഞ്ഞു. എനിക്ക് വീട് കത്തുന്നതിനല്ല, ബാങ്ക് പൊള്ളിയെന്നേ പേടിയുള്ളൂ. കാരണം ഇത്രയേ ഉള്ളൂ, എൻ്റെയാന്ന് തോന്നുമ്പോഴേ ഉള്ളൂ, ഞാനും എൻ്റെയാണേ ദുഃഖമുള്ളൂ. ആ വീട് അവിടെ വെക്കണമല്ലോ, പിന്നെ അത് കത്തുമ്പോൾ പേടിയോ അബ്ദുൽ ഖാദർക്കവും അല്ലാണ്ട് ഇല്ല. അപ്പോൾ ലോകത്തിലെ എല്ലാ സുഖദുഃഖത്തിൻ്റെയും കാരണം ഈ മമതയാണെന്നുള്ളത് പറയാൻ എത്ര രസം. ഇത് ഞാൻ ചിന്മൻ സ്വാമി പറയാനുള്ള കഥയാണ്. ഇത്ര രസമുള്ള സുഖമല്ലേ. നമുക്ക് സുഖത്തിനും ദുഃഖത്തിനും എൻ്റെയാന്ന് വന്നപ്പോഴേ ഉള്ളൂ. ലോകത്തിൽ എന്തെല്ലാം ആക്സിഡൻറ്റ് നടക്കണു നമുക്കൊരു പരിഭ്രമില്ലല്ലോ. ഇല്ല. അതുമാതിരി എത്ര ആൾക്ക് ഷോർട്ടതി കിട്ടണു, ഒരു സന്തോഷം തോന്നാറില്ല. കാരണം എനിക്കല്ലേ അതാണ്. അപ്പോൾ ഈ ഇതൊക്കെ കാരണം ഞാൻ എന്ന തോന്നലുള്ളപ്പോഴേ ഉള്ളൂ എന്ന് പറയാനാണ്. യജ്ഞതപങ്ങളുടെ ഭോക്താവ് ഈശ്വരനാണ് എന്ന് അറിഞ്ഞാൽ ഫലത്യാഗം സ്വയം ഒന്നു ചേർന്നു. അതിനാൽ പരമശാന്തി ലഭിക്കുന്നു. ശ്ലോകം 12 ഇതിലെ ഇനി 12-ാം അധ്യായത്തിലെ 12-ാം ശ്ലോകത്തും ഇത് പറയുന്നുണ്ട്. യജ്ഞതപം എന്നാൽ സമാജസേവയും മനസ്സിൻ്റെ വൃത്തിശോധനവുമാണ്. ഇവ രണ്ടും ക്രമത്തിൽ, ഒന്ന് സമാജസേവ എന്നുള്ളത് കർമ്മയോഗം, മനസ്സിൻ്റെ വൃത്തിശോധന എന്നുള്ളത് സന്യാസം അല്ലോ. സന്യാസത്തിൻ്റെയും വിശിഷ്ട ഫലങ്ങളാണ്. ഒരു നിഷ്ഠയുടെ പൂർണ്ണ രൂപം കിട്ടിയാൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയായാൽ രണ്ടിൻ്റെയും ഫലം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 6 പറയാൻ പോകുന്നുണ്ട്. രണ്ടിൻ്റെയും ഫലം കിട്ടുന്നതാണ്, തുല്യമാണ്. ശ്ലോകം 4 ഇവിടെ തന്നെ പറഞ്ഞിട്ട്, സന്യാസവൃത്തി പ്രധാനമാകയാൽ, സന്യാസം വൃത്തിപ്രധാനമാകയാൽ അതിന് മുഖ്യമായി വൃത്തിശോധന ആണ് ആവശ്യം. മനസ്സിലെ ആഗ്രഹങ്ങളെ, അഴുക്കുകളെ നീക്കലേ ആണ് ആവശ്യം ചെയ്യേണ്ടത്. കർമ്മയോഗത്തിൽ കർമ്മപ്രധാനമായതിനാൽ അതിൻ്റെ മുഖ്യരൂപം സമാജ സേവനമാണ്. ഇനി അതിലൊക്കെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ട് ഇവിടെ, എന്നാൽ കർമ്മയോഗത്തിൻ്റെ വ്യവസ്ഥിതമായ ആചരണം വഴിയും വേണ്ട മാതിരി അത് ചെയ്താൽ സമാജസേവയോടൊന്നിച്ച് വൃത്തിശോധനവും ഉണ്ടാവുന്നു. നമ്മൾ സേവന പ്രവർത്തനം ചെയ്താൽ അത് നന്മ വേണ്ട അല്ല അഹങ്കാരമില്ലാണ്ട് ചെയ്താൽ തന്നെ നമ്മുടെ മനസ്സ് ശുദ്ധവും. കർമ്മയോഗം ചെയ്താൽ തന്നെ അതൊക്കെ സാധിക്കും. വൃത്തിശോധനം നമുക്ക് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഉണ്ടാവണം, എന്നാലേ കർമ്മയോഗമാവൂ. അല്ലെങ്കിൽ സേവനം കുസേവനമായി മാറും. കാരണം എൻ്റെ ബഹുമാനിക്കണമെന്നൊക്കെ തോന്നി ഉണ്ടാവില്ല. അതുപോലെ ഇനി നിരഹങ്കാരമായ വൃത്തിശോധന, ഞാൻ അല്ല ചെയ്യണത് എന്നുള്ളത്, അത് മനഃശുദ്ധി ഉണ്ടാവുന്നത് തന്നെ. അതിനങ്ങനെ എനിക്ക് ഞാനൊന്നുമില്ല എന്ന് അത് വരുന്നത് തന്നെ മഹത്തായ ഒരു സമാജ സേവനമായി. കാരണം അഹങ്കാരം ഇല്ലാണ്ടേ അതന്നെ വലിയൊരു സമാജ സേവനം അല്ലേ. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഉണ്ട്, സാധിക്കും, തീരുന്നതാണ്. ഇതിൽ സമാജസേവയുടെ ഭാവന ഇതിൽ നിറഞ്ഞിരിക്കുന്നു, മറ്റേതിൽ വൃത്തിശോധനയാണെന്ന് വ്യത്യാസമുള്ളൂ. സന്യാസത്തിൽ മനസ്സ് നേരെയാക്കുക, ഇവിടെ സമാജസേവ തോന്നും. സമാജസേവ കൊണ്ട് മനസ്സ് നന്നാവും, വൃത്തിശോധന കൊണ്ട് സമാജം നന്നാവും ചെയ്യും. ഇത് സാധിക്കും എന്ന് പറയുന്നു. അതിൽ സമാജസേവയുടെ ഭാവന നിറഞ്ഞിരിക്കുന്നു. ഇവ രണ്ടും മഹത്തായ ഫലത്തെ ഉളവാക്കുന്നുവെങ്കിലും ഫലത്യാഗത്തിൻ്റെ കത്തിരി ഇവിടെയും ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കേമന അവിടെയും കൂടിയും വേണം
കത്തിരി വെക്കണം മതി, മുറിക്കണം മതി, എന്താ എൻ്റെ മനസ്സ് നന്നാവണു അത് തോന്നരുത്. അതുമാതിരി ഞാൻ വളരെ സേവനം ചെയ്യുന്നു, അത് അതിൻ്റെ അഹങ്കാരം വരുത്. അവിടെയും കൂടിയും ഫലത്തിൻ്റെ കത്തിരി, ഫലം എന്നുള്ളതിൽ അവിടെയൊക്കെ കത്തിരി കുറിച്ചോളം പറഞ്ഞു. കാരണം ഫലം എന്ന് പറഞ്ഞൊക്കെ ഈ ചുരുക്കത്തിലേ ഉള്ളൂ, പരിമിതത്തിലേ ഉള്ളൂ, സാപേക്ഷത്തിലേ ഉള്ളൂ, നിരപേക്ഷത്തിൽ ഫലമില്ല. കാരണം അതാണ് ഏതുപോലെ പിന്നെ വലിയ പറയാനുള്ളത് വെച്ചാൽ പൂവുണ്ടായി വീണ് അതിൽ പൂവ് പോയി കൊഴിഞ്ഞ് മാങ്ങയായി, മാങ്ങ ഉണ്ടായാൽ പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെ ഒരു മാങ്ങ ഉണ്ടാവുക വെച്ചു, അതില്ലല്ലോ, അവസാനത്തല്ലേ. അത് അവസാനത്തെ ഫലം എന്താണ്? ഈശ്വര സാക്ഷാത്കാരം, വേറെ ഒന്നുമില്ല എന്ന്. അത് സന്യാസത്തിൻ്റെയും അത് തന്നെയാണ്, കർമ്മയോഗത്തിൻ്റെതാണ്. പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് രണ്ടിലും മോക്ഷരൂപമായ പരമപ്രാപ്തി ഉണ്ടാവുന്നു. ഇങ്ങനെ 3, 4, 5 അധ്യായങ്ങൾ കർമ്മയോഗത്തിൻ്റെ മാഹാത്മ്യം പറയണം. ആ കർമ്മയോഗത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞിട്ട് അവസാനത്തെ തമാശ, അവസാനത്തെ ശ്ലോകത്തിൽ അത് ഭക്തിയിലാണ് അവസാനിക്കുന്നത്. ഞാൻ സർവഭൂത സുഹൃത്താണ് എന്നാണല്ലോ ഭഗവാൻ. അതിനും ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള അന്തരാത്മാവാണല്ലോ ഈ ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞത്, വേറെ ഒരിക്കലല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അദ്ദേഹം നമ്മുടെ സുഹൃത്താണ് എന്ന് പറയുന്നു. അതെന്താ അങ്ങനെ? പലർക്കും ബുദ്ധിമുട്ട് വരുന്നല്ലോ. ഇവിടെ ഈശ്വരൻ ഉണ്ടെന്നോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അതിനൊരു തമാശ ആയിട്ട് ഉദാഹരണം പറയണം. ഈ മനസ്സാക്ഷി ആണ്, മനസ്സല്ല, മനസ്സിൻ്റെ സാക്ഷി, അതാണ് അന്തരാത്മാവ്. അതെപ്പോഴും നല്ലതേ പറയുള്ളൂ, ചീത്ത ചെയ്യാൻ പറയില്ല. ഇപ്പോൾ ഒരാൾ പണില്ലാഞ്ഞിട്ടാണ്, എന്നാലും വേണ്ടില്ല, കുറച്ച് ഉണ്ടാണ്ടിരിക്കേ വേണ്ടു, അല്ലെങ്കിൽ പണിയെടുക്കുക വേണ്ട, എന്താ അപ്പോൾ കുറച്ചൊന്നും കട്ടാന്നും വിലൊന്നുമില്ലോ എന്ന് അയാൾ വിചാരിച്ചാൽ, അപ്പോൾ ഇയാളുടെ സുഹൃത്താണ് ഈ ആത്മാവേ, അയാൾ പറയും അയ്യേ കക്കണ്ടോ, അത് വേണം, ആ പണം വേണ്ട എന്ന് പറയും. ആരോട്? മനസ്സിനോട്, അന്തരാത്മാവ്. പക്ഷെ മനസ്സ് ചിലപ്പോൾ കൂട്ടാക്കില്ല. അത് സാരില്ല, കുറച്ച് കട്ടാൽ വല്ല അബദ്ധമൊന്നുമില്ല അവർ, എന്നാൽ കട്ടോളൂ. അന്നേരം പിന്നെ ഒന്നും പറയില്ല, പറഞ്ഞു കൊടുത്തു. അപ്പോൾ കക്കാൻ പോകുമ്പോൾ അന്തരാത്മാവ് പറയും എപ്പോൾ പോണ്ടാട്ടോ, നല്ലോണം ഇരുട്ടായിട്ട് പോയാൽ മതി പറയും. കാരണം ഇയാളെ സുഹൃത്താണ് പറയുന്നു. ആദ്യം പറയാം നല്ലതല്ല, ഇനി അഥവാ പോവാണ് ഇപ്പം പോണ്ട. അപ്പോൾ ഇയാൾ അതൊന്നും സാരില്ലേ പോവാം, എന്നാൽ പൊക്കോളൂ. വീട്ടിൻ്റെ അവിടെ ചെന്നപ്പോൾ വടക്കോർത്തെ ലൈറ്റ് കെടുത്തിയിട്ടില്ല, അത് കെടുത്തിയിട്ട് മുതി കിടക്കുക പറഞ്ഞു. അപ്പോൾ അതൊന്നും സാരില്ല, ഈ വേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ. ഇയാളാണ് കിടക്കലും ആ സ്ത്രീ ഇയാളെ പിടിക്കാൻ വരുള്ളൂ ഒരുമിച്ച്. അപ്പോൾ പറഞ്ഞു എന്താ വേഗം ഓടിക്കൊള്ളൂ പറയും, അവിടെ തണലിൻ്റെ അവിടേക്ക് പോയിക്കൊള്ളൂ, അവിടെ നിൽക്കാൻ പറയും. ഇയാളത് നോക്കിയില്ലേ, പോയിട്ട് ആ ലൈറ്റിൻ്റെ ചോട്ട് അവിടെ തന്നു. ഇയാൾക്ക് വേണ്ടതൊക്കെ അന്തരാത്മാവ് അയാൾക്കിഷ്ടം നല്ലതൊക്കെ പറഞ്ഞു കൊടുക്കും. ഇയാളതൊന്നും കൂട്ടാക്കാണ്ടേ. അത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് പിന്നെ അടി കിട്ടുമ്പോൾ അതിനിപ്പോൾ ആരുടെ കുറ്റം ചോദിച്ചു, മനസാക്ഷി ഒന്നും പറഞ്ഞിട്ട്, മനസാക്ഷി പറഞ്ഞ് കൂട്ടാക്കിയെങ്കിൽ ആദ്യം കക്കാൻ തന്നെ വരില്ല, പിന്നെ സമയത്തിന് തെറ്റില്ല. അപ്പോൾ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഈശ്വരൻ. ഈശ്വരൻ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുള്ളൂ? നല്ലത്. അമ്മയോട് ചോദിച്ചു ഒരാളെ, അമ്മേ ഇപ്പോൾ ഈ കക്കാനും ഈശ്വരൻ തോന്നിയിട്ടല്ലേ കക്കണത്, ഇന്നലെ എന്താ പിന്നെ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ട് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു മകനെ കക്ക ആരെ തോന്നിച്ച് ചോദിച്ചു, ഈശ്വരൻ തോന്നിയിട്ടല്ലേ? അതെ, ഈശ്വരൻ തന്നെ തോന്നിക്കുകയാണ് പോലീസുകാരനോട് തന്നെ തല്ല, നീ കട്ടോ പോലീസുകാരൻ്റെ തല്ലുകൊണ്ടോ, അതിലിപ്പോൾ ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടും ഈശ്വരനാണ്. നീ കക്കാൻ തോന്നിക്കുന്ന ഈശ്വരനാണെങ്കിൽ തല്ലാൻ തോന്നിക്കുന്നതും, അപ്പോൾ കട്ടാ തല്ലുകൊണ്ടു കൊണ്ടോ നല്ലാച്ചല്ലോ, അതെ സർവഭൂത സുഹൃത്താണ്. നമ്മൾ ഒക്കെ സൂത്രം പണി നോക്കണേ, ഒക്കെ ഈശ്വരൻ ചെയ്തിട്ടില്ലേ എന്ന് പറയും. അപ്പോൾ ഈശ്വരൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഈശ്വരനല്ലേ? അതില്ല, പകുതി മാത്രമേ ഈശ്വരനുള്ളൂ. അതിനും ശങ്കരാചാര്യർ ഒന്നാമതൊരു ഉദാഹരണം പറഞ്ഞു, എനിക്ക് എപ്പോഴും ചെറിയ വരുന്നുണ്ട്. ഭാഗവതത്തിൽ കഥാഭാഗങ്ങളുണ്ട്, ജ്ഞാനഭാഗങ്ങളുണ്ട്. അപ്പോൾ രണ്ടും ശരിയാണെന്ന് പറയുന്നവരുണ്ട്. അത് വയ്യ, കാരണം ജ്ഞാനത്തിൽ ഈ കഥയൊന്നുമില്ല, അപ്പോൾ പറ്റില്ല. കഥയിൽ ഈ ജ്ഞാനവും ഇല്ല. അപ്പോൾ ഇത് രണ്ടും കൂടി എങ്ങനെ എന്തിനാ ഭാഗവത്തിൽ വെച്ച് ചോദിച്ചു. അപ്പോൾ അതിനൊരു ഉദാഹരണത്തിന് അസ്ത്രൊരു മറുപടി പറഞ്ഞു ശങ്കരാചാര്യർ. ഈ കോഴിയെ കണ്ടിട്ടില്ല ചോദിച്ചു. ഉപ്പ പറഞ്ഞു അതിനെ ഞാനൊരു കാര്യം ചെയ്യണം, അതിന് കോഴി മുട്ട കഴിക്കണം, കോഴി മാംസവും കഴിക്കണം, ഇറച്ചിയും. അപ്പം എന്നാൽ ഒരു കാര്യം ചെയ്യാം, പകുതി കോഴിയെ മുട്ടടാനും പകുതി കോഴിയെ വെച്ച് തിന്നാനും. അത് നടക്കില്ല. ഒന്നുകിൽ കോഴിയെ വെച്ച് തിന്നുക, അതല്ലെങ്കിൽ കോഴി മുട്ടയിടാതെ തിന്നാണ്ടിരിക്കുക. പകുതി അതും പകുതി ഇതും കൂടി എടുക്കുക. അത്ര ഭംഗിയുള്ള ഉദാഹരണം. രണ്ടും കൂടി പറ്റില്ല. അതുമാതിരി ഭാഗവതത്തിലെ ജ്ഞാനങ്ങളൊക്കെ അത് കോഴിമുട്ടയാണ്, അത് വേണം.
പക്ഷേ ഇഷ്ടം അതിൻ്റെ കഥയാണ്. അതുകൊണ്ട് കോഴിയും ഇറച്ചി തിന്നും വേണം. അത് പറ്റില്ല. കഥയൊക്കെ കളയന്നെ വേണം. കഥയൊക്കെ പറഞ്ഞതൊക്കെ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായി നമുക്ക് ബുദ്ധിമുട്ട്. ഈ കഥ കേട്ടിട്ട് എല്ലാവരും പലതരത്തിലും ഈ അമ്പലത്തിൽ പോകണതും വഴിപാട് കഴിക്കുന്നതൊക്കെ ഈ കഥ കേട്ടിട്ട് തപസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊന്നും ചെയ്യേണ്ടെന്ന് പറയാനാണ് അവിടെ പറഞ്ഞത്. ഞാൻ സർവബോധ സുഹൃത്താണ്. ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ അന്തരാത്മാവ് ജ്ഞാനം അത് പറയുന്നത് കേട്ടാൽ ഇവിടെ ദുഃഖത്തിന് സ്ഥാനേ ഇല്ല. അതില്ലാണ്ടേ നമ്മളെന്ത് ചെയ്യുന്നു? നമ്മുടെ തന്നെ അന്തരാത്മാവിൻ്റെ ബാല്യക്കാരനായ മനസ്സും ബുദ്ധിയും പറഞ്ഞത് കൂട്ടാക്കുകയാണ് ഈ ലോകത്തിലുള്ള എല്ലാവരും നടത്തുന്നത്. അല്ലേ? ബുദ്ധി പറഞ്ഞ പ്രകാരം കൂട്ടാക്കണം, മനസ്സ് പറഞ്ഞ് മരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് ഇറക്കുന്നത്. വാസ്തവത്തിൽ ഗീത പറയുന്നത് മനസ്സും ബുദ്ധിയും പറയുന്നത് കൂട്ടാക്കരുത് എന്നാണ്. കാരണം അതിനെയൊക്കെ നിലയ്ക്ക് നിർത്തേണ്ടത് ഈ അന്തരാത്മാവാണ്. അത് സാധിച്ചാൽ കർമ്മയോഗവും പ്രശ്നമില്ല, പിന്നെ ജ്ഞാനയോഗവും പ്രശ്നമില്ല, പിന്നെ ഭക്തിയോഗവും പ്രശ്നമില്ല. അപ്പോൾ ഈ ഇവിടെ 3 അധ്യായങ്ങളെ കൊണ്ട് ഭഗവാൻ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ കർമ്മത്തിലല്ല, കർമ്മത്തിൻ്റെ ഫലം എനിക്ക് വേണമെന്ന് വിചാരിക്കണതിലേ വിഷമമുള്ളൂ. കർമ്മം ചെയ്താൽ ഫലമുണ്ട്. 2 കാര്യം. അതിൽ കർമ്മത്തിൻ്റെ ഫലം എനിക്ക് ഇനി ഈ 3 ഇനി അവസാനം 12, 13, 14, 15 വേറൊരു കാര്യം പറയും. ഇവിടെ കർമ്മത്തിൻ്റെ ഫലം എനിക്ക് വേണം എന്നാണല്ലോ, ഈ സംഘം ആണല്ലോ വരുന്നത്. അവിടെ അങ്ങനെയല്ല. ഞാൻ എന്ന ഒന്നില്ല തന്നെ ഇന്ന് വരാനാ പോണത്. ഞാനവിടെ. അപ്പോൾ കർമ്മം ചെയ്തിട്ട് ഞാനല്ല കർമ്മം ചെയ്തത്, ആരോ കർമ്മം ചെയ്തു, പിന്നെ ഫലത്തിൻ്റെ പ്രശ്നമില്ലല്ലോ. ഞാൻ കർമ്മല്ലേ 13, 14, 15 പൂർണ്ണജ്ഞാനാണ്. അപ്പോൾ ഞാൻ പണിയൊന്നും ചെയ്തിട്ടില്ല. ശരീര പണി ചെയ്തത്, മനസ്സാ പണി ചെയ്തത്, ബുദ്ധി ചെയ്തത്, എനിക്കെന്താ? ഞാൻ സാക്ഷി മാത്രമാണ്. അവർക്കൊന്നും ഫലമില്ല. അപ്പോൾ കർമ്മഫലത്യാഗം തന്നെ വന്നു അവിടെ. ഇവിടെ അങ്ങനെയല്ല. മനസ്സ് ബുദ്ധി ഇതൊക്കെ ചെയ്യുന്നു, അവർ തന്നെയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഫലത്തിന് എനിക്ക് അവകാശമില്ല. അവിടെ അദ്ദേഹത്തിന് കർമ്മം തന്നെ ഇല്ല. ഇയാൾക്ക് കർമ്മത്തിന് ഫലവുമില്ല. ഒന്നിന് പേര് മമത ഇല്ല. ഇവിടെ ഈ 3, 4, 5 മമത എന്ന ദോഷം മാറ്റിലാണ്. അങ്ങേപ്പുറത്ത് 13, 14, 15 അഹന്ത എന്നുള്ളത് മാറ്റുകയാണ്. അങ്ങനെ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്, അഹന്തയും മമതയും. ഇതിൽ മമത വിടാനാണ് എളുപ്പം. അഹന്ത അത്ര വേഗമൊന്നും പോവില്ല. എത്ര കഴിഞ്ഞാലും ഞാൻ എന്നുള്ളൊരു ഭാവം ഉണ്ടാവും. അതുകൊണ്ടാണ് ഗീത തുടക്കത്തിൽ ഈ മമതയെ കളയാൻ വെച്ചത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു സൂത്രം പറയാണ്. അതിലൊരു ആനന്ദം ഉണ്ടാകുക, സുന്ദരത ഉണ്ട്. സുന്ദരമായിട്ട് ഒക്കെ ഈശ്വരൻ്റെ ആണെന്ന് വിചാരിക്കുക. അപ്പം മമതയും അഹന്തയും പോയി. അതാണ് നടുക്കിലുള്ള 7 അധ്യായങ്ങൾ. അത് ഭക്തി പ്രധാന. ഭക്തിയിൽ എല്ലാം ഈശ്വരനാണ് ചെയ്യണത്, ഈശ്വരൻ്റെ ദാസന താൻ. അപ്പോൾ അതെനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല, ആനന്ദിക്കും ചെയ്യാം, പ്രഭുവിൻ്റെ ആണല്ലോ. അങ്ങനെ അപ്പോൾ ആദ്യം കർമ്മയോഗം, പിന്നെ ഭക്തിയോഗം, പിന്നെ ജ്ഞാനയോഗം. 15 അവസാനിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവസാനം 3 ശ്ലോകങ്ങളുണ്ട്. അങ്ങനെയാണ് ഗീത അവസാനിക്കുന്നത്. ഇനി 5-ാം അധ്യായം എങ്ങനെ അവസാനിക്കുന്നു? അടുത്തത് 6-ാം അധ്യായം. ഹരി ഓം. ശാന്തി ശാന്തി ശാന്തി.